എല്ലാവർക്കും ഡിസ്റ്റിങ് ഇൻസ്റ്റിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേട്ടയിൽ എങ്ങനെയാണ് JsonPath ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആദ്യമേ നമുക്ക് ഇൻട്രഡക്ഷൻ നോക്കാം. JsonPath ഫിൽറ്റർ എക്സ്പ്രഷൻസ് ആർ വെരി യൂസ്ഫുൾ ഫോർ എക്സ്ട്രാക്ടിങ് elements that meet some filter criteria out of arrays. Filters are logical expressions used to filter arrays. A typical filter would be സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അതിനുശേഷം @ എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യുക, ഡോട്ട് ഏതാണോ കീ ആ കീ നമുക്കിവിടെ പാസ് ചെയ്യാം. ഇവിടെ ഏജ് എന്നുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏജ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രേറ്റർ സിമ്പിൾ യൂസ് ചെയ്ത് 80 എന്നുള്ളത് യൂസ് ചെയ്തിരിക്കുന്നു. വെയർ @ റെപ്രസെൻറ്റ്സ് ദ കറണ്ട് ഐറ്റം ബീങ് പ്രോസസ്ഡ്. @ എന്നുള്ളത് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്ന കറണ്ട് ഐറ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. More complex filters can be created with logical operators and or. String literals must be enclosed by single or double quotes. അതായത് ഇവിടെ ഈ കേസിൽ നമ്മളൊരു ഇൻറ്റിജർ വാല്യൂ ആണ് യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇവിടെ കോഡ്സ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ സ്ട്രിങ് ആണ് അവിടെ ഒന്നെങ്കിൽ സിംഗിൾ കോഡ്സിൽ എൻക്ലോസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഡബിൾ കോഡ്സിൽ എൻക്ലോസ് ചെയ്തിരിക്കണം. നമ്മൾ ഈ ഡെമോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ മോക്ക് ചെയ്ത API എൻഡ് പോയിന്റ് ആണ്. ഞാൻ ഇത് ഡയറക്റ്റ് ബ്രൗസർ ഹിറ്റ് ചെയ്ത് കാണിക്കാം. ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റെസ്പോൺസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആക്ടേഴ്സ് എന്നുള്ളൊരു JSON അറിയാണ്, അതിനകത്ത് 2 JSON ഒബ്ജക്ട്സ് ഉണ്ട്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേട്ട API ടെസ്റ്റ് ഒബ്ജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ആവാൻ സോഴ്സ് കോഡിൻ്റെ അകത്ത് com.test ഒരു പാക്കേജ് ഉണ്ട്. ഇതിൽ ഞാൻ JsonPath filters.feature എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫീച്ചറിൻ്റെ പേര്. അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ SSL കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സെനാരിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സെനാരിയോയുടെ പേര് ഇതാണ്, JsonPath ഫിൽറ്റർ സെനാരിയോ 1. ഹിറ്റ് ചെയ്യാനുള്ള URL കൊടുത്തു. അതിനുശേഷം ഏത് മെത്തേഡാണെന്നുള്ളത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തു. അതിനുശേഷം റെസ്പോൺസ് എന്ന കീവേഡിലാണ് കരയട്ടെ കംപ്ലീറ്റ് റെസ്പോൺസ് സ്റ്റോർ ചെയ്യുന്നത്. ആക്ടർ എന്നൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇവിടെ ഞാനൊരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. കോംപ്ലക്സ് ഫിൽറ്റേഴ്സ് ക്യാൻ ബി ക്രിയേറ്റഡ് വിത്ത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ സ്ട്രിംഗ് ലിറ്ററൽസ് മസ്റ്റ് ബി എൻക്ലോസ്ഡ് ബൈ സിംഗിൾ ഓർ ഡബിൾ കോഡ്സ്. ഇത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ ഒന്നുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഗെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് 0th ഇൻഡെക്സിലേക്ക് പോയ ശേഷം ഇവിടെ ഞാൻ JsonPath ഫിൽറ്റർ യൂസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. actor.actors എന്ന കീയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം actors എന്നുള്ളൊരു JSON അറിയാണ്. അതിൽ നിന്ന് ഞാൻ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. ID-യുടെ വാല്യൂ 1 ആയിട്ടുള്ള വാല്യൂ ഞാൻ ആക്ടർ നെയിം 1 എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം ആ ആക്ടർ നെയിം 1-ൽ നിന്ന് നെയിമിൻ്റെ വാല്യൂ ടോം ക്രൂയിസ് ആണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ആക്ടർ നെയിം 1 എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ JSON ഒബ്ജക്റ്റ് ആയിരിക്കും. നെയിമാണ് നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ ഡോട്ട് ചെക്ക് ചെയ്താൽ മതി. ഇനി ID ആണ് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ നെയിമാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു വേരിയബിൾ കൂടെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആക്ടർ നെയിം 2. ഇതിൽ ഞാൻ കോംപ്ലക്സ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ആൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള ഐറ്റം ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ആവുള്ളൂ. അപ്പോൾ ഈ കേസിൽ സ്റ്റോർ ആകാൻ പോകുന്ന ഈ സെക്കൻഡ് JSON ഒബ്ജക്റ്റ് ആണ്. അതിനുശേഷം ആ വേരിയബിളിൽ നിന്ന് നെയിമിൻ്റെ വാല്യൂ റോബർട്ട് ഡൗണി ആണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കരേട്ടയിൽ JsonPath ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഗെറ്റ് കീവേഡ് യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഫസ്റ്റ് കേസിൽ ഞാൻ ഒരു സിംഗിൾ കണ്ടീഷനാണ് ചെക്ക് ചെയ്തത്. ഇവിടെ ഞാൻ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് മൾട്ടിപ്പിൾ കണ്ടീഷന് ചെക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഇനി ഞാൻ ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ. is 1 past 1. ഇനി നമുക്ക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം.
അത് നോക്കിയാൽ കാണാം അസേഷനും കംപ്ലീറ്റ് സിനാരിയും പാസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആക്ടർ നെയിം 1 എന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്താണ് വരുന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ആക്ടർ നെയിം 2 കൂടെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സിനാരിയോ നോക്കാം. ഈ സിനാരിയുടെ കേസിൽ കരേറ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് JsonPath എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുവാണ്. അതാണ് ഇവിടെ സിനാരിയോ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും സ്റ്റെപ്സ് സെയിം ആണ്. ഇവിടെ 24th ലൈനിൽ ഒരു ഡൈനാമിക് എക്സ്പ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഐഡിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും അതോടൊപ്പം നെയിമിൻ്റെ വാല്യൂ ഓരോ തവണയും ഡിഫറെൻ്റ് ആയിട്ട് വരുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അസേർട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയുടെ വാല്യൂ 1 ആയിട്ടുള്ള JSON ഒബ്ജക്റ്റ് ആക്ടർ നെയിം എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അതിനുശേഷം def temp എന്നുള്ള വേരിയബിളിലേക്ക് കരേറ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് JsonPath എന്നുള്ള മെത്തേഡ് വിളിച്ചു. ഇവിടെ 2 വാല്യൂസ് പാസ് ചെയ്യണം. ഫസ്റ്റ് വാല്യൂ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന റെസ്പോൺസ് ഇപ്പോൾ ആക്ടർ എന്ന വേരിയബിളിനകത്താണെന്നുള്ളത്. ആ വേരിയബിൾ ഇവിടെ മെൻഷൻ ചെയ്തു. അതിനുശേഷം ഡോളർ എന്നുള്ള സിമ്പിൾ റെസ്പോൺസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനുശേഷം $.actors എന്നുള്ള അറയിലേക്ക് പോയി. അതിനുശേഷം ഇവിടെ ഈ ആക്ടർ നെയിമിനകത്തിൽ നിന്ന് .name എന്നുള്ള വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി വാല്യൂ ചേഞ്ച് ചെയ്താൽ നമുക്കത് ഈസി ആയിട്ട് അസേർട്ട് ചെയ്ത് നോക്കാം. അതിനുശേഷം 25th ലൈനിൽ മാച്ച് കീവേഡ് യൂസ് ചെയ്ത് 0th ഇൻഡെക്സിലെ വാല്യൂ ആക്ടർ നെയിം ആണോ എന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്യും. ഇതൊരു വേറെ രീതിയിലും നമുക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 27th ലൈനിൽ ടെമ്പിനോടൊപ്പം അറേയുടെ ഇൻഡെക്സ് കൊടുത്തിട്ടില്ല, പകരം ഈ എക്സ്പ്രഷൻ്റെ ഒപ്പമാണ് ആ ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് കരേറ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് JsonPath എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഡൈനാമിക് എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ ആക്ടർ നെയിം എന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്താണേലും നമുക്ക് അസേർട്ട് ചെയ്ത് നോക്കാം. ഇപ്പം ടോം ക്രൂയിസ് മാറി ലിയാം നീസ് എന്നൊരു വാല്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനാമിക്കലി അത് അസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് karate.jsonPath എന്ന മെത്തേഡ് യൂസ് ചെയ്ത ഡൈനാമിക് എക്സ്പ്രഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇത് അപ്പൻഡ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള വാല്യൂസ് കരേറ്റയിലെ JsonPath ഫിൽറ്റർ യൂസ് ചെയ്ത് നമുക്ക് അസേർട്ട് ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പം കരേറ്റയിലെ JsonPath ഫിൽറ്റർ എന്ന കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സിനെ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.